അപൂർവമായ മൾട്ടിപ്പിൾ മൈലോമ എന്ന മാരക ക്യാൻസർ രോഗം ബാധിച്ച് ദുരിതത്തിലായ മുണ്ടക്കയം സ്വദേശി നാസർ പുത്തൂരിൻ്റെ ചികിത്സാ സഹായത്തിനായി നാടിന് മാതൃകയായി കാരുണ്യ യാത്രയുമായി ഷൈബു, മുഹമ്മദ് അൻസ് എന്നീ സ്വകാര്യ ബസ്സുകൾ. ചികിത്സയ്ക്കായി ഭീമമായ തുക ആവശ്യമുള്ള നാസർ പുത്തൂരിൻ്റെ ദുരിതം നാട്ടുകാർ അറിഞ്ഞതോടെയാണ് ചികിത്സാ നിധി സമാഹരണത്തിനായി സമിതി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് ഉടമയും ബസ് ജീവനക്കാരും ചേർന്ന് തങ്ങളുടെ റൂട്ടിലെ 24-ാം തീയതി വെള്ളിയാഴ്ച ഓടുന്ന സർവീസിൽ യാത്രക്കാരിൽ നിന്നും ശേഖരിക്കുന്ന പണം പുത്തൂരൻ നാസറിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറുന്നത്. മുഹമ്മദ് അൻസ് ബസ് സർവീസുകളുടെ 2 ബസ്സും ഷൈബു ബസിൻ്റെ 1 ബസ്സും ഒരു ദിവസത്തെ സർവീസിലൂടെ ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും നാസർ പുത്തൂരിൻ്റെ സഹായ നിധിയിലേക്ക് കൈമാറും. കാരുണ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് നിർവഹിച്ചു. ക്യാൻസർ രോഗം പിടിപെട്ട നാസറിൻ്റെ ചികിത്സയ്ക്കായി നമ്മുടെ നാട്ടിലെ എല്ലാവരും കൈകോർക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി 2 ബസ്സിൻ്റെ ജീവനക്കാർ അവർ ഒരു ദിവസത്തെ അവരുടെ വരുമാനം ഈ ചികിത്സാ നിധിയിലേക്ക് നൽകുകയാണ്. സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഈ പരിപാടി എല്ലാവരും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് എല്ലാവരും പങ്കുചേരണമെന്ന് പറയുന്നു. ചികിത്സാ സമിതി അംഗങ്ങളായ CB അനിൽകുമാർ, ബെന്നി ചേറ്റുകുഴി, സമിതി കൺവീനർ ഷമീർ കൂരിപ്പാറ, വ്യാപാരി വ്യവസായ സെക്രട്ടറി PM നജീബ്, അലി ഷൈബു, സ്വരാജ് മുഹമ്മദ്, മനോജ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൂരൻ നാസറിൻ്റെ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായി 25-ാം തീയതി ശനിയാഴ്ച മുണ്ടക്കയം ഗ്രാമം ഒന്നിച്ച് ധനസമാഹരണ യജ്ഞം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നടത്തുവാനും സമിതി ഭാരവാഹികൾ തീരുമാനിച്ചതായി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ താമസക്കാരനായ പുത്തൂരൻ നാസർ എന്ന പ്രിയമുള്ള നമ്മുടെ സഹോദരൻ്റെ അപൂർവ ഇനം ഒരു ക്യാൻസറിന് പുള്ളി അടിമപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 20ഓളം ഇഞ്ചക്ഷനുകളാണ് അദ്ദേഹത്തിന് വേണ്ടി വരുന്നത്. നമ്മൾ കിട്ടാവുന്നതിൻ്റെ പരമാവധി പണം സ്വരൂപിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകരായ നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നിർധന കുടുംബത്തിന്റെ കൈത്താങ്ങായ പുത്തൂരൻ നാസറിന്റെ ജീവൻ രക്ഷിക്കുവാനായി സുമനസുകൾ എല്ലാവരും സഹായം നൽകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.